അപ്പൊ ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് വരിക തീരുമാനമെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ സമൂഹം അത് നോക്കിക്കണ്ടത്? എന്റെ 2 അമ്മാവന്മാര് വെളിയിൽ പോയിരുന്നു. ഒരാള് ഇംഗ്ലണ്ടിൽ പോയി മെഡിസിൻ ഹയർ സ്റ്റഡീസ് പഠിച്ചു. വേറൊരാള് ഏകദേശം 57 കാനഡയിൽ വന്നിരുന്നു. അപ്പോ എന്റെ കുടുംബത്തിലത് കുറച്ച് ആക്സെപ്റ്റഡ് ആണ്. എന്നാലും അമ്മയ്ക്ക് ഞാൻ പോകണ്ടെന്നായിരുന്നു. ഞാനും വന്ന് വിചാരിച്ചത് 5 വർഷം പഠിച്ച് അവിടെ നിന്ന് കുറച്ച് എയറോനോട്ടിക്കൽ എക്സ്പീരിയൻസും മറ്റേ കൊണ്ട് തിരിച്ച് നാട്ടിൽ വരാം. തിരിച്ച് നാട്ടില് അന്ന് ഇൻഡസ്ട്രി ഒന്നും വളരെ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. 5 വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് ഡെവലപ്പ് ചെയ്യുമെന്നാണ് അന്നത്തെ മോഹം ഉണ്ടായിരുന്നത്. മോഹം മാത്രമല്ല, അന്ന് പഞ്ചവത്സര പദ്ധതിയും അത് വെച്ച് ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. 40 വർഷം മുമ്പ് അമേരിക്കയിലെത്തിയ തിരുമേനി, അന്നത്തെ ആ ഒരു ജീവിത രീതിയും ഇന്നത്തെ ജീവിത രീതിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിലോ ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് വന്നപ്പോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്ന സംശയമാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എഴുത്തെഴുതണം, അല്ലെങ്കിൽ കമ്പി അടിക്കണം. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വന്നപ്പോ 22 ആൾക്കാർക്ക് എഴുത്ത് എഴുതിയിരുന്നു, എയറോഗ്രാമിലെഴുത്ത്. അന്നൊരാളെ നമ്മളുടെ ബന്ധുക്കളെ ഒരാളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നിർത്തിയില്ല, ഉണ്ടായിരുന്നില്ല. എഴുത്തെഴുതാന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ പെലാമ, വാലായ്മ അതൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് എഴുത്തിവിടെ കിട്ടുന്നത്. ആള് മരിച്ചു കഴിഞ്ഞത് പലതും അങ്ങനത്തെ ഒന്നും മറ്റേ കമ്പി അടിച്ച ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അവർ എഴുത്തെഴുതുകയുള്ളൂ. അത് വളരെ വിഷമമായിരുന്നു അങ്ങനത്തെ ഒരു ജീവിതം അന്ന്. അത് മാത്രമല്ല, ഞങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് ഇന്ത്യക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു സോഷ്യൽ ലൈഫ്, ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, അത് വളരെ വിഷമമായിരുന്നു അന്ന്. ഇന്ന് വരുന്ന ആൾക്കാർക്ക് പിറ്റേ ദിവസം നമുക്ക് ഫോൺ ചെയ്യാം, ഇമെയിലുണ്ട്, അതിനൊക്കെ ഞങ്ങളും പഠിച്ചു ഇപ്പോ. പക്ഷെ ആ വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മളുടെ ഭക്ഷണ സാധനങ്ങളാണ്. അന്ന് കാനഡയിലൊക്കെ പ്രത്യേകിച്ചും കുറച്ച് പൊട്ടാറ്റോയും കുറച്ച് വെജിറ്റബിൾസും കിട്ടുമ്പോൾ ആപ്പിളോ മാത്രമൊക്കെ കിട്ടും. ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങള്, നമ്മളുടെ സ്പൈസസ് അതൊന്നും ഒരു സ്ഥലത്തും കിട്ടുമായിരുന്നില്ല. പലപ്പോഴും അനവധി അകലിൽ നിന്ന് എഴുതി അയച്ച് മെയിലിൽ വരുത്തണം. പിന്നെ ഉപ്പിലിട്ടത് പിക്കിൾസ് അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരേ പറ്റുള്ളൂ. ഇവിടെ ഒരു കടയിലും അത് കിട്ടുമായിരുന്നില്ല. അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ മിനിയാപ്പിൾസിൽ വന്നപ്പോ തന്നെ മിനിയാപ്പിൾസില് ഒരു ഇന്ത്യൻ ഗ്രോസറി ഉണ്ടായിരുന്നില്ല. ടൊറോണ്ടോയിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നില്ല. ഒരു എന്തെങ്കിലും ചോറ് കഴിക്കണമെന്ന് വിചാരിച്ച ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ മാത്രം പോകാൻ പറ്റും. അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് നമ്മളുടെ ഭക്ഷണം വയ്ക്കുന്ന വേറെ ആരും ഇല്ല. നമ്മുടെ ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. വളരെ വിഷമിച്ചിട്ടുണ്ട് അന്നൊക്കെ. ഈ അമേരിക്കയിൽ ധാരാളം മലയാളി അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ക്രിയേറ്റീവായിട്ട് ഈ അസോസിയേഷനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അമേരിക്കയിലത്തെ ഓർഗനൈസേഷൻസിന്റെ ആണെങ്കിൽ ഫൊക്കാനയിൽ ആയിട്ട് ഇടയ്ക്ക് കുറച്ചു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം കഴിഞ്ഞ് പിന്നെ കാലം കൂടുന്തോറും നിരാശയാണ് ഉണ്ടായത്. അത് വേണ്ട വിധത്തിൽ ഓർഗനൈസ് ചെയ്യാൻ പലപ്പോഴും ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. അങ്ങനത്തെ മലയാളികളുടെ തന്നെ ഒരു ദുർബലത പറയാം. നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ ഉള്ള കഴിവ് കുറച്ച് കുറവാണ്. ഓർഗനൈസിൽ പലപ്പോഴും ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കാണ് ആൾക്കാരധികം മുൻകൈ കൊടുക്കുന്നത്. അത് അടുത്ത ജനറേഷൻ അത് കാണുന്നില്ല. അവർക്ക് ഓരോ വ്യത്യാസങ്ങളോ കേരളത്തിലത്തെ ഞാൻ നായരാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നമ്പൂരിയാണ് എന്നുള്ള അതൊന്നും
ഉള്ളതായിട്ട് അത്ര തോന്നുന്നില്ല. അവർ കേരളീയർ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോ അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കും ഇത് കുറച്ച് കുറയുമെന്ന് തോന്നുന്നു. ഏതാണ്ട് 40 വർഷത്തോളം അമേരിക്കൻ എക്സ്പീരിയൻസ് ഉള്ള അങ്ങേക്ക് ജീവിതത്തിന്റെ പല രീതിയിലും വിദ്യാർത്ഥിയും അധ്യാപകനായിട്ടും പല മേഖലകളിലും വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിശാലമായ അനുഭവത്തിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് എന്താണ് പകർന്നു കൊടുക്കാനുള്ളത്? അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും വെച്ച് നോക്കുകയാണെങ്കിൽ ജീവിതം വളരെയധികം ഫാസ്റ്റാണ്. അനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അന്നാണെങ്കിൽ ജോലിക്ക് മാത്രമേ ഒരു കഴിവുണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല. കേരളമായിട്ടും നമ്മളുടെ കൾച്ചറായിട്ടും എല്ലാതും ബന്ധപ്പെടുത്താൻ പറ്റും. അപ്പോ ഒന്ന് മനസ്സിലെത്തേണ്ടത്, നമ്മൾ ജോലിക്കാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിലും ജോലിക്കാണ് ഇവിടെ വരുന്നതെങ്കിലും അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വർക്ക്, ലൈഫ്, കൾച്ചർ ഇതെല്ലതും ഒരു ബാലൻസ് വേണം. എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടിയിട്ടുള്ളത് ഇതിൽ മൂന്നിലും, ജോലിക്കും എന്റെ ഫാമിലിയായിട്ടും നമ്മളുടെ സംസ്കാരമായിട്ടും ഇടപഴകാൻ എല്ലാതും അതിന് സമയം കൊടുത്തു, എല്ലാത്തിനും സമയം കൊടുത്തു എന്നുള്ളതാണ് ഞാനൊരു വിജയമായിട്ട് കരുതുന്നത്. അതാണ് എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആയിട്ട് ഒരു ലൈഫ് എക്സ്പീരിയൻസ്. അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടതാ. എല്ലാതും കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിന് ഇത് മൂന്നും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ബാലൻസ് വേണം. അല്ല, ചില സമയത്ത് പണി കുറച്ചധികം ചെയ്യേണ്ടി വരും, അതൊക്കെ ശരി. ചില സമയത്ത് ഫാമിലിയാവും കുറച്ചധികം വേണ്ടി വരും, ചില സ്ഥലത്ത് കൾച്ചറിന്റെ ചെയ്യുമ്പോൾ അത് വേണ്ടി വരും. പക്ഷെ എന്നാലും ഒരു ജീവിതത്തിൽ ഒരു ബാലൻസ് വരുത്തുക എന്നുള്ളതാണ്. സമയം കണ്ടെത്തണം. ഇത് ഈ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തണം.